ഇപ്പോൾ കിട്ടുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. വി.എസ്. അച്യുതാനന്ദന് പത്മവിഭൂഷൺ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വലിയ സന്തോഷം നൽകുന്ന വാർത്തയുടെ വിശദാംശങ്ങളുമായി അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. അർജുൻ, പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്ന കൂട്ടത്തിലേക്ക് പത്മവിഭൂഷൺ പുരസ്കാരം വി.എസിന്റെ പേരിലും അടയാളപ്പെടുത്തുകയാണ്. വിവരങ്ങൾ. അക്ഷയ, തീർച്ചയായിട്ടും ഓരോ മലയാളിയെ സംബന്ധിച്ചും വളരെയധികം സന്തോഷം നൽകുന്ന വിവരങ്ങൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ എന്തായാലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പത്മ പുരസ്കാരങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടു എന്ന് പലപ്പോഴായി പരാതി വരികയും മമ്മൂട്ടിയുടെ കാര്യം പറയുകയും ചെയ്യുന്നു. മമ്മൂട്ടിക്കും പത്മഭൂഷൺ ഉണ്ട് എന്നുള്ള വലിയ സന്തോഷവും അല്ലെങ്കിൽ ആ തരത്തിൽ കുറെ നാളുകളായിട്ട് കേരളം ആവശ്യപ്പെട്ട തരത്തിലുള്ള ഒരു പുരസ്കാര പ്രഖ്യാപനം കൂടി ഉണ്ടല്ലേ ഇപ്പോൾ? അക്ഷയ, തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മലയാളികളെ സംബന്ധിച്ച് അത്രയധികം സന്തോഷം നൽകുന്ന വിവരങ്ങൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറെ നാളായി ഇപ്പോൾ മമ്മൂട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ പോലും പത്മഭൂഷൺ ലഭിക്കുന്നത് സംബന്ധിച്ച് ഒരുപാട് വിഷമങ്ങളിലൂടെ പ്രത്യേകിച്ചും ആരാധകരടക്കം കടന്നുപോയിക്കൊണ്ടിരുന്നതാണ്. ഒടുവിൽ മമ്മൂട്ടിക്ക് ഇപ്പോൾ പത്മഭൂഷൺ പുരസ്കാരം അദ്ദേഹത്തിന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒപ്പം വി.എസ്. അച്യുതാനന്ദന് പത്മവിഭൂഷൺ അത് മരണാന്തര ബഹുമതിയായിട്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ എന്തായാലും നൽകിയിരിക്കുന്നത്. നിലവിൽ എന്തായാലും ഈ പത്മ പുരസ്കാരങ്ങൾ അത് ഓരോന്നായി പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, റിപ്പബ്ലിക് ഡേയുടെ തലേനാൾ ഇന്നത്തെ ദിവസം ഈ പത്മ പുരസ്കാരങ്ങളെല്ലാം തന്നെ പ്രഖ്യാപിക്കും. എന്തായാലും ആ പ്രഖ്യാപനം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം കൂടിയാണ് നമുക്ക് എന്തായാലും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വി.എസ്. അച്യുതാനന്ദനെ പറ്റി പറയുകയാണെങ്കിൽ പോലും താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന നേതാവ്, മാത്രമല്ല ജനകീയനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി എന്നുള്ള തരത്തിൽ നമ്മൾ എത്ര പറഞ്ഞാലും വാതോരാതെ പറയാൻ പറ്റുന്ന അത്രത്തോളം സ്മരണകളെല്ലാം തന്നെ അത്രത്തോളം ഉണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചാണെങ്കിലും തന്നെ. മമ്മൂട്ടിയെ പറ്റി പറയുകയാണെങ്കിലും അതുപോലെ തന്നെ. എന്തായാലും മലയാളികളെ സംബന്ധിച്ച് വളരെയധികം സന്തോഷം നൽകുന്ന പ്രഖ്യാപനങ്ങൾ തന്നെയാണ്. ഇത്രയധികം ആളുകൾക്ക് അതെല്ലാം തന്നെ നമ്മൾ ആഗ്രഹിച്ചിരുന്ന, നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന വിവരങ്ങൾ തന്നെയാണ് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും സന്തോഷം നൽകുന്നത് വി.എസ്. അച്യുതാനന്ദനൊപ്പം ഇപ്പോൾ മമ്മൂട്ടിക്കും ഇത്തരത്തിൽ പത്മഭൂഷൺ കൂടി പ്രഖ്യാപിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തന്നെയാണ്. നേരത്തെ മോഹൻലാലിനടക്കം പ്രധാനമായിട്ടുള്ള അവാർഡുകളെല്ലാം തന്നെ പ്രഖ്യാപിച്ചു. മോഹൻലാലിനെ സംബന്ധിച്ച് പത്മഭൂഷൺ ലഭിക്കുന്നു, അതിനുശേഷം ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡുകൾ ലഭിക്കുന്നു. അപ്പോഴൊക്കെ തന്നെ മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് പത്മശ്രീക്ക് ശേഷം ഒരു പത്മഭൂഷൺ ലഭിക്കുന്നില്ല എന്നുള്ള ചോദ്യം ഓരോ മലയാളിയെ സംബന്ധിച്ചും മമ്മൂട്ടി ആരാധകരെ സംബന്ധിച്ചും എല്ലാം തന്നെ ഉയർന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ എന്തായാലും മമ്മൂട്ടിക്കടക്കം പത്മഭൂഷൺ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ വി.എസ്. അച്യുതാനന്ദന് പത്മവിഭൂഷൺ അടക്കം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും വളരെയധികം സന്തോഷം നൽകുന്ന വിവരങ്ങൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ എന്തായാലും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അർജുൻ സൂചിപ്പിച്ച പോലെ തന്നെ മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. വി.എസ്. അച്യുതാനന്ദന് പുരസ്കാരം കിട്ടുന്നതിലൂടെ അദ്ദേഹം കടന്നു വന്ന പാതയും മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കേരളത്തിനായി സമൂഹത്തിനായി ചെയ്തു വെച്ചതൊക്കെയും സ്വാഭാവികമായിട്ടും ഒരു പുരസ്കാരത്താൽ കൂടി അടയാളപ്പെടുത്തേണ്ടുന്ന കാര്യമാണ്. അതിൽ നമുക്ക് സന്തോഷമുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു ചർച്ച ചെയ്യേണ്ടുന്നത് മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ്. ദേശീയ പുരസ്കാരത്തിനുൾപ്പെടെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ പലപ്പോഴായി നമ്മൾ ആ പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ മമ്മൂട്ടിയുടെ പേരുണ്ടാകും, മലയാളത്തിന്റെ മഹാനടന്റെ പേരുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചപ്പോഴൊക്കെയും തിരസ്കരിക്കപ്പെട്ട പേരാണ്, ഒരിക്കൽ പോലും അനൗൺസ് ചെയ്യപ്പെടാതെ പോയ പേരാണ്. ആ പുരസ്കാരങ്ങളെ തന്നെ പല കോണുകളിൽ ആ പുരസ്കാരത്തിന്റെ മൂല്യത്തെ തന്നെയും ചോദ്യം ചെയ്ത തരത്തിൽ മലയാളി സംസാരിച്ചൊരു ഘട്ടം വർഷങ്ങളാണ് കടന്നുപോയത്. പിന്നാലെയാണിപ്പോൾ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കിട്ടുന്നു എന്നുള്ള വാർത്ത വരുന്നത്. അത് സ്വാഭാവികമായിട്ടും അത് രാഷ്ട്രീയമായി കൂടി സംസാരിക്കേണ്ടുന്ന വിഷയമാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഓരോ വർഷവും കഴിഞ്ഞ വർഷമൊക്കെ തന്നെ ഈ ഒരു കാര്യം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടതാണ്. മമ്മൂട്ടിയെ സംബന്ധിച്ച് അവാർഡുകൾ പലതവണയായി പല തരത്തിലായി അദ്ദേഹത്തെ തേടി വന്നു. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ പല സിനിമകൾ, ഇപ്പോൾ നന്മകൾ നേരത്ത്, മയക്കം, കാതലെല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും. ഓരോ തവണയും കേരള സംസ്ഥാന അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമകൾ അത് ഈ നാഷണൽ അവാർഡുകൾക്ക് പോകുന്നു, അവിടെ തഴയപ്പെട്ടു എന്നുള്ള വിവരം വരുന്നു. ചില സിനിമകൾ നാഷണൽ അവാർഡിലേക്ക് പോയില്ല എന്നുള്ള വിവരം തരുന്നു. പലപ്പോഴും മമ്മൂട്ടി എന്നുള്ള പേരും അദ്ദേഹത്തിൻ്റെ സിനിമകളും തഴയപ്പെട്ടു എന്നുള്ള വിവരം തന്നെയാണ് കഴിഞ്ഞ അത്രയും വർഷങ്ങൾ നമ്മളെ തേടി വന്നുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ വർഷത്തെ ഈ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്ന സമയത്താണ് ഏറ്റവും അധികം നമ്മൾ കാതോർത്തിരുന്ന ഒരു പേരാണ് മമ്മൂട്ടി എന്നുള്ളത്. മമ്മൂട്ടിക്ക് പത്മഭൂഷൺ ലഭിക്കുമെന്നുള്ള വിവരമെല്ലാം തന്നെ, അല്ലെങ്കിൽ ഒരു പേരെല്ലാം തന്നെ നമ്മൾ കാത്തുകൊണ്ടിരുന്നതാണ്. അപ്പോഴെല്ലാം തന്നെ നിരാശയായിരുന്നു ഫലം. എന്തായാലും പ്രതീക്ഷിക്കാതെയോ പ്രതീക്ഷിച്ചുകൊണ്ടോ ഇത്തവണ മമ്മൂട്ടിക്ക് കൂടി ആ പേരുണ്ട് എന്നുള്ള കാര്യം കേൾക്കുന്ന സമയത്ത് ഓരോ മലയാളികൾക്കും അത്രമേൽ സന്തോഷമാകുമെന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും.
സാധിക്കും. കാരണം ഈ തഴയപ്പെട്ടത് മാത്രമല്ല, തഴയപ്പെട്ടത് പലപ്പോഴും പല വേദികളുമായി ചോദ്യം ചെയ്യപ്പെട്ടതാണ്. എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് പത്മഭൂഷൺ പുരസ്കാരം ലഭിക്കുന്നില്ല, പത്മശ്രീക്ക് ശേഷം അടുത്ത പുരസ്കാരം എന്തുകൊണ്ട് ലഭിക്കുന്നില്ല? അതിന് എല്ലാ തരത്തിലും അദ്ദേഹത്തിന്റെ സിനിമയിലൂടെയാണെങ്കിലും പൊതുവേദികളിലാണെങ്കിലും അദ്ദേഹം എല്ലാ തരത്തിലും അദ്ദേഹത്തിന്റെ പ്രഗത്ഭ തെളിയിച്ചതാണ്. അത് മറ്റ് പല പുരസ്കാരങ്ങളായി അദ്ദേഹത്തെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പലപ്പോഴുമായി അദ്ദേഹത്തിന് ആ പുരസ്കാരങ്ങൾ ഓരോന്നോരോന്നായി അദ്ദേഹത്തിന് തേടി വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തന്നെ പല തവണ പല വേദികളിൽ പറഞ്ഞിട്ടുണ്ട്, തനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ എത്രത്തോളമാണ്. സിനിമയ്ക്കൊരു പക്ഷേ തന്നെ വേണ്ടാതാകുന്ന നാളിൽ പോലും തനിക്ക് സിനിമ വേണമെന്നുള്ള ഒരു വാചകം അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ആ സിനിമ തന്നെ അദ്ദേഹത്തിന് കൂടുതൽ പുരസ്കാരങ്ങൾ കൊണ്ടുവരുമെന്നുള്ള കാര്യവും അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. അത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പല വർഷങ്ങളിലായി. അപ്പോഴെല്ലാം തന്നെ മലയാളികളെ സംബന്ധിച്ചും മമ്മൂട്ടി ആരാധകരെ സംബന്ധിച്ചും ആശ്വാസമായിക്കൊണ്ട് പല അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചെങ്കിൽ പോലും തഴയപ്പെട്ട ആ ഒരു പുരസ്കാരം മമ്മൂട്ടിയിൽ വന്നു ചേരുന്ന സമയത്ത് അതിൽ ഇരട്ടി സന്തോഷമാണ് ഉണ്ടാവുക. ആ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം എന്തായാലും പറയേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. ഓരോ തവണ തേച്ചു മിനുക്കിയാൽ വീണ്ടും തിളങ്ങും എന്നുള്ള കാര്യം മമ്മൂട്ടിയെ സംബന്ധിച്ച് പലരും പറഞ്ഞിട്ടുള്ളതാണ്. മമ്മൂട്ടി ആരാധകരായാലും സിനിമാ പ്രേക്ഷകരായാലും മമ്മൂട്ടിയെ പറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. തേച്ചു മിനുങ്ങിക്കഴിഞ്ഞാൽ ഇനിയും തിളങ്ങുമെന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ അഭിനയത്തെ സംബന്ധിച്ചാലും അദ്ദേഹത്തിൻ്റെ സിനിമകളെ സംബന്ധിച്ചാലും അദ്ദേഹത്തിൻ്റെ സിനിമ തിരഞ്ഞെടുക്കുന്ന രീതിയെ സംബന്ധിച്ചാലും എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന് പത്മഭൂഷൺ കൂടി ലഭിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ തന്നെയാണ് അത് അത്രത്തോളം സന്തോഷം നൽകുന്ന കാര്യമായി മാറുന്നത്. തീർച്ചയായിട്ടും മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ മലയാളം, കേരളം തിളങ്ങുകയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാനാകും. VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശന് പബ്ലിക് അഫയേഴ്സിൽ അദ്ദേഹത്തിന് ഇപ്പോൾ പത്മഭൂഷൺ പുരസ്കാരം വെള്ളാപ്പള്ളി നടേശന് നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ഏറ്റവും സന്തോഷമുള്ള കാര്യമെന്ന് പറയുന്നത് മമ്മൂട്ടിക്ക്, മലയാളത്തിന്റെ മെഗാസ്റ്റാറിന്, മലയാളത്തിന്റെ മഹാനടന് പത്മഭൂഷൺ പുരസ്കാരം കിട്ടുന്നു എന്നുള്ളതാണ്. മോഹൻലാലിന് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം കിട്ടിയിട്ടുള്ള വർഷമിതാ. മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കിട്ടിയിരിക്കുന്നു. നിലവിൽ അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ഉണ്ട്. അദ്ദേഹത്തിന് പത്മശ്രീക്ക് പിന്നാലെ ഇപ്പോൾ കുറെ വർഷങ്ങളായി പത്മ പുരസ്കാരങ്ങളിൽ നിന്നും ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ നിന്നൊക്കെ മമ്മൂട്ടിയുടെ പേര് തഴഞ്ഞു എന്നുള്ള വലിയ തോതിലുള്ള നിശ്ചിതമായിട്ടുള്ള വിമർശനം ഉയർന്നിരുന്നു. അതിനൊക്കെ പിന്നാലെയാണിപ്പോൾ കാത്തിരുന്നത്. അദ്ദേഹം എന്നോ ഇത് അർഹതപ്പെട്ട പുരസ്കാരമാണ് എന്നതിൽ ഒരു സംശയവുമില്ല. ആ പുരസ്കാരം ഇപ്പോൾ മമ്മൂക്കയെ തേടി എത്തുന്നു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. 1988 അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്നത്. 2026 അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടുന്നു. ഓർക്കണം, ഇക്കാലയളവിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകൾ അർജുൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ സിനിമയും ഓരോ കഥാപാത്രങ്ങളിലും തേച്ചു മിനുക്കിക്കൊണ്ടിരിക്കുന്ന, പുതിയ പരീക്ഷണങ്ങൾക്ക് വിധേയനാകുന്ന മലയാളത്തിന്റെ മഹാനടന്, മലയാളത്തിന്റെ മെഗാസ്റ്റാറിന് ഇപ്പോൾ പത്മഭൂഷൺ പുരസ്കാരം കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ പത്മ പുരസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.